നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഒരു കാലത്ത് എല്ലാ മാസവും എന്ന് പറഞ്ഞ പോലെ പുതിയ പുതിയ മോഡലുകൾ പുറത്തിറക്കിയിരുന്ന കമ്പനിയാണ് നമ്മുടെ മാരുതി സുസുക്കി. പക്ഷേ കുറച്ച് കാലമായിട്ട് മാരുതി സുസുക്കിയുടെ ഒരു വിവരവുമില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഫ്രോങ്സിനൊന്നും ശേഷം പിന്നെ അങ്ങനെ കാര്യമായ രീതിയിൽ മോഡലുകളൊന്നും വന്നില്ല. ചെറിയ ചില CNG വേരിയൻസ് ഒക്കെ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറ്റി നമ്മുടെ മാരുതിക്ക് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്. തന്നെയുമല്ല, മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റാര വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇവിടെ ഇൻഡസ് മോട്ടോഴ്സിൽ ഞാൻ തന്നെ അതൊന്ന് ലോഞ്ച് ചെയ്തിട്ട് കുറേ കാലമായി, 2-3 മാസം കഴിഞ്ഞപ്പോഴും അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെപ്റ്റംബർ തുടക്കത്തിൽ മാരുതിയുടെ ഒരു പുതിയ SUV വരുന്നു എന്നുള്ള വാർത്ത ലീക്ക് ചെയ്ത് വന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അത് ഈ വിറ്റാര ആയിരിക്കും എന്നുള്ള കാര്യം. പക്ഷേ അത് ഈ വിറ്റാര അല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് എസ്ക്യൂഡോയാണ്. എസ്ക്യൂഡോ എന്ന SUV സെപ്റ്റംബർ 3 ലോഞ്ച് ചെയ്യുകയാണെന്ന് മാരുതി സുസുക്കി ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അത് ഓടിക്കാനൊക്കെ നമ്മളൊക്കെ വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് എസ്ക്യൂഡോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു പുതിയ സെഗ്മെൻറ്റ് തുറക്കുകയാണ് എസ്ക്യൂഡോ എന്നാണ് പറയേണ്ടത്. അതായത് ഗ്രാൻഡ് വിറ്റാരയുടെയും അതുപോലെ ബ്രസയുടെയും ഇടയ്ക്കുള്ളൊരു സെഗ്മെൻറ്റിലേക്കാണ് ഈ ഒരു എസ്ക്യൂഡോ എന്ന പുതിയ മോഡൽ വരാൻ പോകുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ കിയ സെൽറ്റോസിനും അതുപോലെ തന്നെ ഹ്യുണ്ടായി ക്രെറ്റയ്ക്കുമൊക്കെ ഭീഷണിയാകാൻ പോകുന്ന വാഹനം എന്നാണ് നമുക്ക് പറയേണ്ടത്. ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി SUVകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെൻറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സെഗ്മെൻറ്റിലേക്കാണ് ഈ ഒരു വാഹനം വരുന്നത്. അതായത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകും. എന്നാൽ EVകളോ അങ്ങനെയൊന്നും ആയിരിക്കില്ല, പെട്രോൾ എഞ്ചിനായിരിക്കും, മൈലേജ് കുറവായിരിക്കും. എങ്കിൽ പോലും ഈ ഫീച്ചേഴ്സിൻ്റെ ഒരു ആധിക്യവും അതുപോലെ തന്നെ കാഴ്ചയുടെ ഭംഗിയൊക്കെ കാരണം സാധാരണക്കാർ ധാരാളം പേര് അതിലേക്ക് എത്തുന്നുണ്ട്. അതിന് തുടക്കമിട്ടത് കിയയുടെ മോഡലുകൾ തന്നെയാണ്. പിന്നെ പല കമ്പനികളും ഇപ്പോൾ അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും പുതിയ ഹോണ്ട എലിവേറ്റർ കമ്പനി ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് പുതിയ എസ്ക്യൂഡോ വരുന്നത്. ഇതിന് EV രൂപം ഉണ്ടാകില്ല, പെട്രോൾ എഞ്ചിൻ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ഗ്രാൻഡ് വിറ്റാരയിലെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റഡ് എഞ്ചിനായിരിക്കും ഈ എസ്ക്യൂഡോ എന്ന മോഡലിൽ ഘടിപ്പിക്കുക എന്നാണ് അറിയുന്നത്. 103 bhp എഞ്ചിനാണിത്. 5 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും ഈ ഒരു ട്രാൻസ്മിഷൻ പ്രതീക്ഷിക്കാം ഈ ഒരു പുതിയ വാഹനത്തിൽ. ഗ്രാൻഡ് വിറ്റാരയിലെ സ്ട്രോങ് ഹൈബ്രിഡ് ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും കൂടുതൽ മൈലേജുള്ള സെറ്റപ്പ്. അത് പക്ഷേ എസ്ക്യൂഡോയിൽ കൊണ്ടുവരുന്നില്ല എന്നാണ് അറിയുന്നത്. കാരണം ആ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വില വളരെ കൂടും. അങ്ങനെ വില കൂട്ടി വിൽക്കാനല്ല എസ്ക്യൂഡോ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഉണ്ടാവുക. അതിൽ മാനുവലും ട്രാൻസ്മിഷനും ഗിയർ ബോക്സ് വേണ്ടത് തിരഞ്ഞെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 4345 മില്ലിമീറ്ററാണ് ഗ്രാൻഡ് വിറ്റാരയുടെ നീളം. ഏകദേശം ഈ ഒരു നീളം തന്നെ ഈ വാഹനത്തിന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. 9 തൊട്ട് 15 ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും പ്രതീക്ഷിക്കാം. എന്തായാലും എൻട്രി ലെവൽ മോഡൽ പോലും മോശമല്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ടാകുമെന്നുള്ളതാണ് എസ്ക്യൂഡോയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം. എന്തായാലും സെപ്റ്റംബർ 3 ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 17 മറ്റാണെന്ന് തോന്നുന്നു ഓടിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ പകുതിയോടുകൂടി വാഹനങ്ങളുടെ ഡെലിവറി ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എസ്ക്യൂഡോയുടെ ചിത്രങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, കാണാനൊക്കെ വളരെ ഭംഗിയുണ്ട്. മാരുതിയുടെ ഈ വിറ്റാരയുടെ ഷേപ്പ് അവിടെയൊക്കെയായിട്ട് വന്നു പോകുന്നുമുണ്ട് എസ്ക്യൂഡോയുടെ കാര്യത്തിൽ. എന്തായാലും നമുക്ക് കുറച്ച് കാലം കാത്തിരുന്നാൽ മതി. മാരുതി സുസുക്കി എസ്ക്യൂഡോ എത്തുകയാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കണമെങ്കിൽ, ലക്ഷ്മി സജീവനാണ് പാവറട്ടിയിൽ നിന്ന് ഇത് അയച്ചിരിക്കുന്നത്. ഞങ്ങളൊരു 7 സീറ്റർ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. റെനോ ഡ്രൈവറാണ് മനസ്സിലുള്ളത്. പുതിയ ഡ്രൈവർ വന്നതായി വായിച്ചു. എന്തൊക്കെയാണ് പുതിയ മോഡലിലെ പുതുമകളെന്ന് പറയാമോ? ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഡ്രൈവറിൻ്റെ കാര്യത്തിൽ ഡ്രൈവറിൽ പ്രധാനമായിട്ടും എസ്തെറ്റിക് ചേഞ്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് വിപണിയിലുള്ള ഡ്രൈവറിൽ കാര്യമായ രീതിയിൽ മാറ്റങ്ങളൊന്നും കമ്പനി വരുത്തിയിരുന്നില്ല. ഡ്രൈവറിൻ്റെ ഒരു USP എന്ന് പറയുന്നത് ആ വിലയ്ക്ക് ഒരു 7 സീറ്റർ കിട്ടുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കുറച്ചുകൂടെ വില എന്തായാലും 7 സീറ്ററിന് കൊടുക്കണം എന്നുള്ളപ്പോൾ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സോട് കൂടിയ നല്ല നിർമ്മാണ നിലവാരമുള്ള ഒരു 7 സീറ്റർ, അതാണ് ഡ്രൈവറിൻ്റെ ഒരു USP എന്ന് പറയുന്നത്. ആ ഒരു USP നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കുറച്ചുകൂടി മനോഹരമാക്കിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. മുൻഭാഗത്തൊക്കെ ഈ ഒരു അതിനോട് ഏറ്റവും പുതിയ ഗ്ലോബൽ ഡിസൈനിലേക്കാണ് മാറിയിരിക്കുന്നത്. നീളത്തിൽ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഗ്രില്ല് വന്നിരിക്കുന്നു. അതിന് മഹീന്ദ്ര മരാസോയുടെ ഗ്രില്ലുമായിട്ടൊക്കെ ഒരു സാമ്യം പലരും പറയുന്നുണ്ട്. ഒറ്റ മോഡൽ അങ്ങനെ തോന്നുകയും ചെയ്യും. ഗ്രില്ല് കാണുന്നത് മറ്റേ ഹെക്സഗോണൽ സ്ലാറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് തുടർച്ച പോലെയാണ് പുതിയ രൂപത്തിലുള്ള LED ഹെഡ്ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലാമ്പിൻ്റെ ഇൻറ്റീരിയറൊക്കെ ബ്ലാക്കൻ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഡയറക്റ്റ് റണ്ണിംഗ് ലാമ്പ് അതിൻ്റെ മേൽഭാഗത്ത് കാണാം. താഴെ ബോണറ്റിൻ്റെ ഭാഗം പാടെ മാറിയിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ തോട്ട്ഫുള്ളി ചെയ്തൊരു കാര്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ വലിയ എയർ ഡാമും കൊടുത്തിട്ടുണ്ട്. എയർ ഡാമിൻ്റെ 2 സൈഡും ഇൻടേക്കുകൾ കൊടുത്തിട്ടുണ്ട്, എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ പക്കയായിട്ടാണ് മുൻഭാഗം ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ വശക്കാഴ്ചയിൽ 15 ഇഞ്ച് ഫ്ലെക്സി സ്റ്റീൽ വീലുകളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ രൂപം മാറിയിട്ടുണ്ട്.
ബ്ലാക്കും അതുപോലെ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്കാണ് ഡോർ ഹാൻഡിലുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ രൂപമാറ്റം വരുത്തിയ സൈഡ് ക്ലാഡിങ് അതിലൊക്കെ ചില ചെറിയ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്കൻ ചെയ്ത റൂഫ് എന്നൊക്കെ എടുത്തു പറയാം. അതിലൊരു 50 കിലോഗ്രാം ഭാരം വഹിക്കാവുന്ന ഒരു റൂഫ് റെയിലും മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്നത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്മോക്ക് എഫക്റ്റുള്ള LED ടെയിൽ ലാമ്പാണ് കാണുന്നത്. അവയെ ബന്ധിപ്പിച്ചൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. മുന്നിലും പിന്നിലും റെനോയുടെ പുതിയ ലോഗോ കൊടുത്തിരിക്കുന്നുള്ളതാണ് വേറൊരു നല്ല ഗംഭീരമായ കാര്യം. നല്ല രസകരമായ ലോഗോയാണ്. 2D ലോഗോ എന്നാണ് കമ്പനിയെ വിളിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ഡ്രൈവറിൻ്റെ EV വലിയ താമസമില്ല വരുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആ ഒരു വാഹനത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള സ്ട്രിപ്പൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ LED സ്ട്രിപ്പൊക്കെ ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു EVയുടെ രൂപം അതിന് കിട്ടുന്നുണ്ട്. അത് ഏതായാലും രസകരമായിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു രൂപത്തിലേക്കും കൂടിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉൾഭാഗത്താണെങ്കിൽ ബ്ലാക്ക് ഡിസൈനും ബ്ലാക്കും പിന്നെ ഒരു അലൂമിനിയം ഫിനിഷൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു ആഷ് നിറവും പിന്നെ ഒരു ബീജ് നിറവും കൂടിയുള്ള ഇൻറ്റീരിയറാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും പഴയ ഇൻറ്റീരിയർ ആയിരിക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളൂ. എന്നാലും ഇത് വളരെ പ്ലസൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കൈഗറിൻ്റെ ഡാഷ്ബോർഡിന് സമാനമായിട്ട് ആ ഒരു രീതിയിലേക്ക് ഇപ്പം ട്രൈബറിൻ്റെ ഡാഷ്ബോർഡ് മാറിയിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ മുകളിലോട്ട് മാറിയിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് ഇപ്പം AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. 6 എയർ ബാഗുകൾ ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് എക്കോസ് വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, അതുപോലെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസറുകൾ, വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ അതെല്ലാം വയർലെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വൈപ്പറുണ്ട്. അതുപോലെ 7 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല, പഴയ എഞ്ചിൻ അതേപടി തുടരുകയാണ്. വിലയാണെങ്കിൽ ഓരോ വേരിയൻസും നോക്കുകയാണെങ്കിൽ 14,000 തൊട്ട് 41,000 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വില 6,30,000 രൂപയിൽ ആരംഭിച്ച് 9,17,000 രൂപയിലാണ് അവസാനിക്കുന്നത്. അതുപോലെ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലുണ്ട്. 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ഉള്ള മോഡലുണ്ട്. AMT ഗിയർ ബോക്സ് ടോപ്പ് എൻഡ് വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതിനാണ് 9.17 lakhs എന്ന് പറയുന്ന ആ ഒരു വില ടോപ്പ് എൻഡ് മോഡലിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാഴ്ചയിൽ വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. തന്നെയുമല്ല ഈ ഒരു ബജറ്റിൽ നിൽക്കുന്ന 7 സീറ്റർ എന്ന് പറയുന്നത് ഇടത്തരം കുടുംബങ്ങൾക്ക് വേറെ ഒന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു ഡാറ്റ്സൺ ഗോ പ്ലസ്, അതൊന്നും ഇപ്പോൾ ഇല്ല. അതൊന്നും നിലവാരമില്ലാത്ത വാഹനമായിരുന്നെങ്കിൽ ഇത് ആ ഒരു യൂറോപ്യൻ വാഹന നിർമ്മാണ കമ്പനിയുടെ കുറേ നിലവാരം തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. കാണാൻ ഭംഗിയുമുണ്ട്, മോശമല്ലാത്ത ഫീച്ചേഴ്സുമുണ്ട്. പിന്നെ നമുക്ക് കാഴ്ചയിൽ തന്നെ അതിനൊരു നിർമ്മാണ നിലവാരമുണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് സുരക്ഷാ ഭീതി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ വാഹനം എല്ലാ ഡീലർഷിപ്പുകളിലും എത്തിയിട്ടുണ്ട്, ബുക്ക് ചെയ്യാവുന്ന സമയമാണ്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ലുക്മാൻ അഹമ്മദാണ് കൊണ്ടോട്ടിയിൽ നിന്നും. മഹീന്ദ്ര താറിൻ്റെ ഇലക്ട്രിക് രൂപം ഓഗസ്റ്റിൽ വിപണിയിൽ എത്തുമെന്ന് കേൾക്കുന്നത് ശരിയാണോ? അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എല്ലാ ഓഗസ്റ്റ് 15-നും മഹീന്ദ്ര ഒരു പടക്കം പൊട്ടിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ മോഡലാണ് അവതരിപ്പിക്കുക. അത് ലോഞ്ച് ചെയ്തില്ലെങ്കിൽ പോലും എന്തെങ്കിലും പ്രോട്ടോടൈപ്പെങ്കിലും ആ ദിവസം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് അതിനൊരു ദേശീയതയായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിലും ചിന്തിക്കാവുന്നതാണ്. ഇത്തവണയും ഓഗസ്റ്റ് 15-ന് വിഷൻ T എന്ന ഒരു മോഡൽ മുംബൈയിൽ ലോഞ്ച് ചെയ്യും അല്ലെങ്കിൽ അവതരിപ്പിക്കും എന്ന് കമ്പനി പറയുന്നുണ്ട്. അങ്ങനെയല്ല, കമ്പനി അത് പറഞ്ഞിട്ടില്ല. ഒരു മോഡൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് വിഷൻ T ആണ് എന്ന് കരുതുന്നു. വിഷൻ T എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് താറിൻ്റെ ഇലക്ട്രിക് രൂപമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ ഈ മോഡലിൻ്റെ ടീസറുകൾ മാത്രമാണ് കമ്പനി പുറത്ത് വിട്ടിരിക്കുന്നത്, അല്ലാതെ ഫുൾ പടങ്ങളൊന്നും വിട്ടിട്ടില്ല. ആ ടീസറുകളിൽ നിന്ന് മനസ്സിലാകുന്നത് 2023 ഓഗസ്റ്റ് 15-ന് ഒന്ന് അവതരിപ്പിച്ച താറിൻ്റെ താർ .E എന്ന് പറയുന്ന ആ മോഡലിൻ്റെ ഇത്തിരി പുതുക്കിയ രൂപമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫ്രീഡം _NU എന്ന് പേരിട്ടിരിക്കുന്ന ഫ്രീഡം ന്യൂ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഇവൻ്റാണ് ഓഗസ്റ്റ് 15 നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട്, അതിന് പോകുന്നുണ്ട്. മുംബൈയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ താർ .E അഥവാ വിഷൻ T കൂടാതെ 2-3 മറ്റ് പുതിയ മോഡലുകളും അവതരിപ്പിക്കപ്പെടും എന്നാണ് കരുതുന്നത്. അതിൽ പുതിയ ബൊലേറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആണോ ഈ പുതിയ വരാൻ പോകുന്ന താർ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച. കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ ടാറ്റ ഹാരിയർ EV വന്നപ്പോൾ അതിൽ 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ താറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ തന്നെ ഓഫ് റോഡ് ലുക്കുള്ള താറിലേക്ക് ഒരു ഇലക്ട്രിക് മോട്ടോർ കൂടി വരാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. എന്നാലും കാണാൻ ഭയങ്കര ഗംഭീരമായ ലുക്കാണ് താറിൻ്റെ E.E എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ് വിഷൻ T എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ വിഷൻ Tക്ക് 5 ഡോർ താറിൻ്റെ രൂപമാണ് അടിസ്ഥാനമെങ്കിലും അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ പക്ക ഒരു ഇലക്ട്രിക് രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീൽ ബേസ് 2800 മില്ലിമീറ്റർ ആകാനുള്ള സാധ്യതയുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 250 മില്ലിമീറ്റർ എങ്കിലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്, ഫ്രണ്ട് ആക്സിലും ബാക്കിലെ ആക്സിലും. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് ഓഗസ്റ്റ് 15 വരെ കാത്തിരിക്കുക. അപ്പോൾ താർ .E ആണോ അതോ വിഷൻ T എന്ന പേരിൽ വേറെ എന്തെങ്കിലും മോഡലാണോ വരാൻ പോകുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. ഓഗസ്റ്റ് 15-ന് കൃത്യം ആ സമയത്ത് മാത്രം നമുക്ക് സ്റ്റേജിൽ വാഹനം എത്തുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് സന്ദീപ് തോമസ് ആണ്, ചെങ്ങന്നൂരിൽ നിന്നും.
വിൻഫാസ്റ്റിൻ്റെ ചെറിയ EVകൾ വരുന്നതായി അറിഞ്ഞു. എന്നാൽ മാരുതി പോലുള്ള ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളാരും ചെറിയ EVകൾ ഇപ്പോൾ കൊണ്ടുവരുന്നില്ലല്ലോ. ടിയാഗോ EVയും കോമറ്റും അല്ലാതെ ചെറു സെഗ്മെൻറ്റിൽ EVകൾ ഇല്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനപ്രിയ ഹാച്ച്ബാക്കായ റെനോ കിഡിൻ്റെ EV രൂപം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. എന്ന് പറഞ്ഞാൽ അതായിരിക്കും, അത് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ടിയാഗോ EVയോടും പിന്നെ ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന കോമറ്റ് EVയോടും ഒക്കെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ EV ആയിട്ട് പറയാവുന്നത്. റെനോയുടെ സഹോദര സ്ഥാപനമായ ഡാസിയുടെ സ്പ്രിംഗ് എന്നൊരു EVയാണ് റെനോ കിഡിൻ്റെ അടിസ്ഥാന വാഹനമായിട്ട് പറയാവുന്നത്. അതായത് കിഡിൻ്റെ രൂപത്തിൽ വീണ്ടും കുറേ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ ഒരു EV വരാൻ പോകുന്നത്. പക്ക കിഡെടുത്ത് വെച്ച് EV ആക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഈ EV ഇപ്പോൾ ബ്രസീലിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പടങ്ങളൊക്കെ സ്പൈ പിക്ചേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഡസ്റ്ററിൻ്റെ രൂപത്തിലൊക്കെയാണ് കിഡിനെ മാറ്റിയിട്ടുള്ളത്. അതുപോലെ SUVയുടെ രൂപം കൂടുതൽ ശക്തമായി എന്നാണ് പറയുന്നത്. ഇപ്പം റെനോയുടെ ഏതൊരു വാഹനം എടുത്താലും അതിൻ്റെ SUV ലുക്ക് ഉണ്ടാകും. ആ രൂപത്തിലേക്ക് കൂടുതൽ SUV ലുക്കിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഹോറിസോണ്ടൽ LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, വെർട്ടിക്കൽ സ്ലാറ്റുള്ള ഗ്രില്ല്, മുൻഭാഗത്ത് ഗ്രില്ലിന് നടുവിൽ ചാർജിംഗ് പോർട്ട്, ബമ്പറിന് താഴെ കാണുന്ന ഹെഡ് ലാമ്പ്, വലിയ എയർ ഇൻടേക്ക് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് മുൻഭാഗത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. പുതിയ കിഡിൻ്റെ EVയുടെ കാര്യമാണ് പറയുന്നത്. ടെയിൽ ലാമ്പിൻ്റെ രൂപത്തിൽ മാറ്റമുണ്ടാകില്ല. വൈ ഷേപ്പാണ് LED ലൈറ്റിംഗ് എലമെൻസുകൾ കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡ് ഡിസൈൻ പുതിയതാണ്. പുതിയ ഡസ്റ്ററിൻ്റെ ഡിസൈൻ രീതികൾ നമുക്കിതിലും കാണാം. പുതിയ ഡസ്റ്റർ അമേസിംഗ് ലുക്കുള്ള വാഹനമാണ്. അത് ഈ വർഷം ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡസ്റ്ററിൻ്റെ രൂപത്തിലേക്കാണ് കിഡും മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടും അതെട്ടോ, പണ്ട് നമുക്ക് ഡസ്റ്ററിൻ്റെ ഏതാണ്ട് ഒരു രൂപം കിഡിൻ്റെ മുൻഭാഗത്ത് കാണാമായിരുന്നെങ്കിൽ പുതിയ ഡസ്റ്ററിൻ്റെ രൂപത്തിലേക്ക് പുതിയ കിഡിൻ്റെ EV മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയേണ്ടത്. ഡാസിയുടെ സ്പ്രിംഗ് എന്ന് പറയുന്ന ആ ഒരു മോഡലിന് അതേ മോട്ടറൊക്കെ തന്നെയാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ 45 HP അതുപോലെ തന്നെ 65 HP രണ്ട് മോട്ടറുകൾ, രണ്ട് വേരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. 26.8 കിലോ വാട്ടിൻ്റെ ബാറ്ററി ആയിരിക്കും ഘടിപ്പിക്കുക. ഏതാണ്ട് 220 കിലോമീറ്ററൊക്കെ റേഞ്ച് പ്രതീക്ഷിക്കാവുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു കോമറ്റിൻ്റെയൊക്കെ റേഞ്ചിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ കൃത്യമായും കോമറ്റുമായിട്ടും ടിയാഗോ EVയുമായിട്ടും കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും വാഹനം വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എന്നാണ് കിഡ് EV വരുന്നതെന്ന് പറയാനാവില്ല. എന്തായാലും അത് ബ്രസീലിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നുണ്ട്. വലിയ താമസമില്ല ഇന്ത്യയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ കൗതുക വാർത്ത, വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ഇതിലെന്താണ് കൗതുകം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ വാർത്ത എന്താണെന്ന് ആദ്യം പറയാം. അത് നിസാൻ മാഗ്നറ്റിന് 5 സ്റ്റാർ സേഫ്റ്റി ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ കിട്ടി എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിലെന്താണ് കൗതുകം എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിസാൻ മാഗ്നറ്റ് എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി ഏറ്റവും വില കുറച്ച് വയ്ക്കുന്ന ഒരു വാഹനത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുക എന്ന് പറയുന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. കാരണം ഞാൻ പേഴ്സണലി കരുതിയിരുന്നത് അതിനത്ര വലിയ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ സേഫ്റ്റി ഒന്നും ഇല്ല എന്നായിരുന്നെങ്കിൽ അങ്ങനെയല്ല. ഇത്തിരി കുഞ്ഞൻ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിങ്ങോടുകൂടിയാണ് ഇപ്പോൾ വിജയിച്ച് തിരിച്ചു വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ എൻഗ്യാപ്പിലാണ്, ചെറിയ കളിയല്ല, ഗ്ലോബൽ എൻഗ്യാപ്പിൽ വാഹനം ഇവർ വോളണ്ടറിലി കൊടുത്താണ് ക്രാഷ് ടെസ്റ്റ് ചെയ്തത്. എന്നാൽ ആദ്യം കൊടുത്തപ്പോൾ അതിന് 4 സ്റ്റാറേ കിട്ടിയുള്ളായിരുന്നു. വീണ്ടും വാഹനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടെ കൊടുത്ത് ഇടിപ്പിച്ച് നോക്കിയപ്പോഴത്തേക്കും 5 സ്റ്റാർ കിട്ടി. മറ്റൊരു കാര്യമുള്ളതിന് മുമ്പത്തെ ജനറേഷൻ, അതായത് ഈ ഒരു ഫേസ് ലിഫ്റ്റിന് മുമ്പുള്ള ഇതിൽ നിസാൻ മാഗ്നറ്റിന് 2 സ്റ്റാർ ഉണ്ടായിരുന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ 5 സ്റ്റാർ കിട്ടുകയാണ്. 5 സ്റ്റാർ എന്ന് വെച്ചാൽ അഡൽട്ട് ഒക്യുപ്പൻറ്റ് ആ ഒരു ക്രാഷ് ടെസ്റ്റിലാണ് 5 സ്റ്റാർ കിട്ടിയിരിക്കുന്നത്. ചൈൽഡ് ഒക്യുപ്പൻറ്റിൽ 3 സ്റ്റാർ കിട്ടുള്ളൂ. അതായത് കുട്ടികൾക്ക് ഇത്തിരി സുരക്ഷ കുറവാണ് അതിലെന്നാണ് പറയേണ്ടത്. എന്തായാലും അതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഈ നിസാൻ്റെ ഇന്ത്യയിലെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാഗ്നറ്റിനെ ആശ്രയിച്ചായിരിക്കുന്നത്. വേറെ ഒരു മോഡലും ഇല്ലാത്തതുകൊണ്ട് അതിനെ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്നു. ഏതാണ്ട് 1300 ഉണ്ടെങ്കിൽ ഒരു മാസം ഇപ്പോഴും നിസാൻ മാഗ്നറ്റ് വിൽക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചിട്ടുള്ളവർക്കും ഇനി വാങ്ങിക്കാൻ പോകുന്നവർക്കും വലിയ ആശ്വാസം തരുന്നൊരു വാർത്തയായിരിക്കും ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെന്നുള്ള കാര്യം. ഇപ്പം 2020 വിൽപ്പന ആരംഭിച്ച മാഗ്നറ്റിൻ്റെ ഇതുവരെ ലോകവ്യാപകമായിട്ട് 2 ലക്ഷം യൂണിറ്റുകൾ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ കുറേയൊക്കെ കയറ്റുമതി ചെയ്തിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം ലോകവ്യാപകമായി കയറ്റിവിടുന്ന നിസാൻ മാഗ്നറ്റ് ഇന്ത്യ നിർമ്മിക്കുന്നതായതുകൊണ്ട് തന്നെ അതിന് സുരക്ഷ 5 സ്റ്റാർ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ലോകത്തിൽ മറ്റുള്ളവർക്ക് ഒരു സന്തോഷമാകുമല്ലോ. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അഡൽട്ട് ഒക്യുപ്പൻറ്റ് പ്രൊട്ടക്ഷനിൽ ഈ 5 സ്റ്റാർ നേടിയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 34 പോയിൻ്റാണ് മാക്സിമം. അതിൽ 32.31 പോയിൻറ്റും നേടാൻ സാധിച്ചു നിസാൻ മാഗ്നറ്റിന്. ചൈൽഡ് സേഫ്റ്റിയിൽ 49-ൽ 33.64 പോയിൻ്റ് നേടാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികളുടെ കാര്യത്തിൽ അല്പം സുരക്ഷ കുറവുണ്ട്. എന്തായാലും ക്രാഷ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ വളരെ സ്റ്റേബിളാണ് നിസാൻ മാഗ്നറ്റ് എന്നൊരു വാചകം പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഗംഭീരമായ ക്രാഷ് നടത്തിയത് സ്റ്റേബിളായിട്ട് വാഹനം നിന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ ജനറേഷൻ മാഗ്നറ്റിന് 2 സ്റ്റാർ കിട്ടിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ച് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 6 എയർ ബാഗുകളും ESCയും ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നുണ്ട് നിസാൻ മാഗ്നറ്റിൽ. അതിൻ്റെ എല്ലാം കൂടി ഗുണമാണ് നമ്മൾ ഈ 5 സ്റ്റാറായിട്ട് കണ്ടത്. അപ്പോൾ എന്തായാലും വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഈ ഒരു CVT ട്രാൻസ്മിഷനൊക്കെ കൊക്കിൽ ഒതുങ്ങാവുന്ന നിലയിൽ വാങ്ങിക്കാവുന്ന ഒരു വാഹനമാണത്. അപ്പോൾ അതിന്
5 സ്റ്റാർ റേറ്റിംഗ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം അത് വാങ്ങിച്ചവരെയും വാങ്ങിക്കാൻ പോകുന്നവരെയും തീർച്ചയായിട്ടും ആഹ്ലാദിപ്പിക്കുന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പോപ്പുലർ ഹുണ്ടായെ പറ്റി പറയും. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ്. നിങ്ങൾ ഹുണ്ടായുടെ ഏതൊരു വാഹനം വാങ്ങിക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിൽ എവിടെയായാലും വാഹനം എത്തിച്ചു തരും. ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക. ബൈജു എന്നായിരുന്നു യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളുമായിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ EV ഒന്ന് ഓടിച്ച് നോക്കണം നിങ്ങളെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വളരെ മികച്ച ഒരു EV ആണ്. ഹ്യുണ്ടായി ആണ് കോന എന്ന വാഹനവുമായിട്ട് ആദ്യമായിട്ട് EV SUV സെഗ്മെൻറ്റിലേക്ക് കാലുകുത്തിയത്. അപ്പോൾ അത്രയും വർഷത്തെ ഒരു പരിജ്ഞാനം EV ടെക്നോളജി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ യാതൊരു തലവേദനയും ഉണ്ടാക്കാത്തൊരു വാഹനമായിരിക്കും ക്രെറ്റ EV. വാങ്ങിച്ചവരെല്ലാം വളരെ ഹാപ്പിയാണ്. 483 കിലോമീറ്റർ റേഞ്ചും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് EV വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ പരിഗണിക്കുന്ന കൂടെ നിങ്ങൾ ക്രെറ്റ EVയുടെ പരിഗണിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ക്രെറ്റ EV നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിൽ ഞാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും. പിന്നെ ഹ്യുണ്ടായെക്കുറിച്ചോ അല്ലെങ്കിൽ പോപ്പുലർ ഹുണ്ടായെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് കുറ്റങ്ങൾ പരിഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാകും. എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം വിളിച്ച് പറയാനും ഈ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ 2 തരത്തിലേക്ക്. ഒന്ന് baijuennayar@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കാം. baijuennayar എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. baijuennayar official എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ ചോദ്യങ്ങളായിട്ടും കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് കരുതുന്നു. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.